അസ്സലാമലൈക്കും. ഇന്നൊരു അടിപൊളി റെസിപ്പിയാണ്. നല്ല കിഡിലൻ ടേസ്റ്റുള്ള ഒരു പുഡിംഗ് ആണ്. അത് ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ബാക്കിയായിട്ടുള്ള ചോറ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ സാധാരണ ബാക്കിയാവുന്ന ചോറ് വെച്ച് പുട്ടും ദോശയും അതുപോലെ തന്നെ വടയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതൊക്കെ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നല്ല കിഡിലൻ പുഡിങ്ങും നമുക്ക് അത് വെച്ച് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അതിൻ്റെ കൂടെ കുറച്ച് പാലും ഒരു മുട്ടയും മാത്രം മതി. നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. കുട്ടികൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് ധ്യാൻസ് കണ്ണൂർ കിച്ചൻ നിങ്ങൾ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലിൻ്റെ പടം വരും. അപ്പോൾ അതിൽ ഒരു ഓൾ എന്നുള്ള ഓപ്ഷൻ വരും. അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഒരു കപ്പ് ചോറ് ചേർത്ത് കൊടുക്കുക. അതിനകത്തോട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാൻ 3 ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് കുറച്ച് മധുരം കുറവായിട്ട് തോന്നി. അപ്പോൾ 4 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. കാരണം പുഡിങ്ങിന് നല്ല മധുരം വേണം. ഇനി നമുക്ക് 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കുക. ഇനി അതിനകത്തോട്ട് നമുക്കൊരു 4 ഏലക്കായ ചേർക്കുക. എന്നിട്ട് നമ്മളിത് നല്ല പോലെ അടിച്ചെടുക്കണം. ഒട്ടും തന്നെ തരിയില്ലാതെ നന്നായിട്ട് അടിച്ചെടുക്കുക. കണ്ടോ, ഞാനിപ്പോൾ ഇത് അടിപൊളിയായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് ഇത് ഉണ്ടാവുക. ഇനി നമുക്ക് ഒരു സോസ് പാനിനകത്തോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് നേരം ഒന്ന് കുക്ക് ചെയ്യേണ്ട, 5 മിനിറ്റൊക്കെ മതിയാവും. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് മുഴുവനായിട്ട് ചെയ്യാനായിട്ട്. ഇത് നമ്മൾ ഒരുപാട് തിളപ്പിക്കുകയും ചെയ്യരുത്. ജസ്റ്റ് തിള ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമ്മൾ അപ്പം തന്നെ തീ ഓഫ് ചെയ്യണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കണ്ടോ, ഇപ്പോൾ ചെറുതായിട്ട് ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് അടിക്ക് പിടിക്കും. കണ്ടില്ലേ? ഇനി നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു മുട്ട നന്നായിട്ട് സ്പൂൺ വെച്ച് ബീറ്റ് ചെയ്തിട്ട് അത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പം തന്നെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ചൂടുള്ളതാണ്. അപ്പോൾ മുട്ട അതിനകത്തുനിന്ന് വെന്ത് പോവും. അതുകൊണ്ടാണ് പെട്ടെന്ന് മിക്സ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നല്ല പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു 2 ഡ്രോപ്പ് ഗ്രീൻ കളർ ചേർക്കുന്നുണ്ട്. കളർ ഒരിക്കലും ചേർക്കണ്ട. കാരണം ഞാൻ ഫോട്ടോ എടുക്കാനുള്ളതുകൊണ്ട് മാത്രം ചേർത്താണ്. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് കളർ ചേർക്കണ്ട. ഇത് ഓപ്ഷനിലാണെന്ന് കൂടെ ഞാൻ പറയുന്നില്ല. കാരണം ചേർക്കാതെ ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ്. കളർ കൊണ്ടൊരു വ്യത്യാസം ഉണ്ടാവുന്നില്ല. കാണാനൊരു ലുക്ക് ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ 2 ഡ്രോപ്പ് ഞാനത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്തെങ്കിലും ഒരു ബോക്സോ എന്തെങ്കിലും എടുത്താൽ മതി. എന്നിട്ട് അതിനകത്തോട്ട് 2-3 ഡ്രോപ്സ് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ട് എല്ലായിടെയും ഒന്ന് നെയ്യൊന്ന് തടവി കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ഇളക്കി എടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർക്കുന്നത്. ഇനി അതിനകത്തോട്ട് താഴെ കുറച്ച് കശുവണ്ടിയൊക്കെ ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ബദാമോ കശുവണ്ടി എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഒന്ന് മേലെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മേൽഭാഗമൊക്കെ ഏകദേശം ഒരേ ലെവലിൽ വരും. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് സെറ്റ് ആവുന്ന വരെ വെക്കുക. ഏകദേശം ഒരു 4 മണിക്കൂറൊക്കെ എടുക്കുമായിരിക്കും. അതിനുശേഷം നമുക്കിത് പുറത്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. മേലെ തൊടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ സൈഡ് ഒന്ന് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പ്ലേറ്റിലോട്ട് തട്ടിയിടാൻ പറ്റും. ഇനി നമുക്കൊരു പ്ലേറ്റിനകത്തോട്ട് ഇത് തട്ടിയിട്ട് കൊടുക്കുക. കണ്ടോ, നല്ല ആ പുഡിങ്ങിൻ്റെ കറക്റ്റ് ടെക്സ്ചറൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല കിട്ടില്ല ടേസ്റ്റ് ആട്ടോ. ശരിക്കും അടിപൊളിയാണ് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇത് എന്തായാലും ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. കാരണം ചോറ് എല്ലാവരുടെ വീട്ടിൽ എപ്പോഴും ഉള്ളതല്ലേ. ബാക്കിയാവണം ചോറ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. കമൻറ്റ് ഒരുപാട് പേര് ഇടാറുണ്ട്, പക്ഷേ ലൈക്ക് അത്രയും ഞാൻ കാണാറില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കോൺടെസ്റ്റിൻ്റെത് ഒരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുള്ള അരി എന്ന് പറയുന്നത്, അഥവാ ചോറെന്ന് പറയുന്നത് ഏത് ബ്രാൻഡ് അരിയാണെന്നാണ് പറയേണ്ടത്. നിങ്ങൾക്കത് ചോറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എല്ലാവർക്കും അറിയാവുന്ന അരി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പറയുക അതേത് ബ്രാൻഡ് അരിയാന്ന് വെച്ചാൽ ഏത് അരിയാണ്. നമ്മളിപ്പോൾ ഓരോ അരി പറയില്ലേ, ജയ അതുപോലെ തന്നെ ബസ്മതി എന്നൊക്കെ പറയില്ലേ, അത് ഏത് അരിയാണെന്നാണ് പറയേണ്ടത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇന്ന് രാത്രി 12 മണിൻ്റെ മുമ്പായിട്ട്, ഇന്ത്യൻ സമയം 12 മണിയുടെ മുമ്പായിട്ട് എല്ലാവരും റിപ്ലൈ അയക്കുക. ഇന്നലത്തത് ഒരു 10-15 പേരെ കറക്റ്റ് ആൻസർ അയച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മെയിൽ അയക്കുക. പിന്നെ മെയിൽ അയക്കുന്നവർ സ്ഥിരം ഒരേ മെയിലിൽ നിന്ന് തന്നെ അയക്കാൻ നോക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ മിസ്സായി പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടിപൊളി മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.